UGC റെഗുലേഷനെതിരെ പ്രതിഷേധം അറിയിക്കാൻ കേരള സർവകലാശാല അക്കാദമിക് കൌൺസിൽ തീരുമാനം. റെഗുലേഷനെതിരെ അക്കാദമിക് കൌൺസിലിൽ ഇടതുപക്ഷം കർശന നിലപാട് സ്വീകരിച്ചു. ആകെ പങ്കെടുത്ത 82-ൽ ബിജെപിയുടെ 2 അംഗങ്ങൾ ഒഴികെ കമ്മിറ്റിയിൽ 80 പേരും UGCക്കെതിരായ പ്രതിഷേധം UGC അറിയിക്കാനുള്ള തീരുമാനം അംഗീകരിച്ചു. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. ഷീജ, 82-ൽ 80 അംഗങ്ങളും ഒരേ നിലപാട് സ്വീകരിച്ചു. കർശനമായ ഈ നിലപാടിന് വിസിക്ക് അവസാനം വഴങ്ങേണ്ടി വന്നു എന്നാണല്ലോ. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം UGCയുടെ റെഗുലേഷൻ അത് ഏത് രീതിയിലാണ് കരട് നയം സാരമായി ബാധിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം സർവകലാശാലകളുടെ പ്രവർത്തനമാകെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കേരളം അതിനെതിരെ രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന സർക്കാർ തന്നെ ഇതിനകം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേരള സർവകലാശാലയുടെ അക്കാദമിക് കൌൺസിൽ ചേർന്നത്. അക്കാദമിക് കൌൺസിലിൽ ഈ ആകെ ഉണ്ടായിരുന്ന 82-ൽ ബിജെപിയുടെ 2 അംഗങ്ങൾ ഒഴികെ മറ്റ് 80 പേരും UGCക്കെതിരെ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തി. ഇതിൽ UGCയെ ഈ പ്രതിഷേധം അറിയിക്കണം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഈ 80 അംഗങ്ങളും മുന്നോട്ട് വെച്ചത്. ഇടത് അംഗങ്ങളാണ് പ്രധാനമായും ഈ വിഷയത്തിൽ കർശനമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും ഇടത് അംഗങ്ങൾ ഉൾപ്പെടെ അക്കാദമിക് വിദഗ്ധർ, അതോടൊപ്പം സിൻഡിക്കേറ്റിലെ അംഗങ്ങൾ, കോൺഗ്രസിന്റെ അംഗം എന്നിവരുൾപ്പെടെ UGCക്കെതിരെ ശക്തമായ വികാരം ഉയർത്തിയ ഒരു സാഹചര്യത്തിൽ ഒടുവിൽ വിസിക്ക് കൂടി ഈ ഒരു തീരുമാനത്തിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഒടുവിൽ വിസി ഈ തീരുമാനം അക്കാദമിക് കൌൺസിലിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഏതായാലും കേരള സർവകലാശാലയുടെ അക്കാദമിക് കൌൺസിൽ UGCയുടെ ഈ റെഗുലേഷനെതിരെ UGCയെ തന്നെ പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അന്ന ഷീജ, എന്താകാം തുടർ നീക്കം? ഏതായാലും ഈ ഒരു തീരുമാനം UGCയെ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് അക്കാദമിക് കൌൺസിൽ ഉള്ളത്. അത് ആ രീതിയിൽ തന്നെ സംസ്ഥാനത്തിൻ്റെതായ രീതിയിലും ഈ വിഷയത്തിലുള്ള പ്രതിഷേധം ഇതിനകം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൽ നിന്നും പിന്നോട്ടില്ല. ഈ തീരുമാനം കേന്ദ്രം പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യമായി തന്നെയാണ് ഏതായാലും അക്കാദമിക് കൌൺസിലും മുന്നോട്ട് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി.